ക്രിയേറ്റീവ് സ്റ്റുഡൻസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ പിന്നീട് അവർക്കുള്ള ഓപ്ഷനാണ് ഫാഷൻ ഡിസൈൻ. അതെ. അതിനുള്ള നാഷണൽ എക്സാംസ്. അത് വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. അത് എന്ന് പറയുന്നത് 2 എക്സാമുകളാണ്, 2 മെയിൻ ആയിട്ട് എൻട്രൻസ് എക്സാമുകൾ വരുന്നത്. ഒന്ന് NIDയുടെ വരുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ NIFT വരുന്നുണ്ട്, നാഷണൽ ഫാഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. അതിൽ NIFTക്ക് എനിക്ക് കണ്ണൂരോ മറ്റോ ഒരു സ്ഥാപനം ഉണ്ടെന്ന് തോന്നുന്നു. വളരെ ഉന്നത നിലവാരം പുറത്തുനിന്ന് സ്ഥാപനങ്ങളാണ് അതൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിൽ തന്നെ കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല. അപ്പൊ ഈ പറഞ്ഞ ഇന്ത്യയിൽ മുഴുവനായിട്ട് നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡിസൈനിൽ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഫാഷൻ മാത്രമല്ല, ഫാഷന്റെ കാര്യങ്ങൾ പോലെ തന്നെ ഈ അർബൻ ടൗൺ പ്ലാനിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് കുറേയധികം ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പം ഓപ്ഷൻസ് ധാരാളമുണ്ട്. ചെറിയ പൈസയ്ക്ക് പഠിക്കാം, വലിയ ശമ്പളത്തിൽ നമുക്ക് ജോലി ചെയ്യാം. വിത്ത് ഗസറ്റഡ് ഓഫീസർ തന്നെ നിങ്ങൾക്ക് ജോലികൾ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു 2 എൻട്രൻസ് എക്സാമുകളാണ്. അപ്പം ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ വേറെ ഗുണം വെച്ചെങ്കിൽ ഇത് സയൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, ഇത് ഓൾ സ്ട്രീംസ് ആണ്. അതായത് കോമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസുകാർക്കും PCMO PCBO ആരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ആണ് കൂടുതൽ ചോദിക്കുന്നതെങ്കിൽ കൂടി മാത്സിന്റെ ഒരു ടച്ച് ഉണ്ടാവണം കേട്ടോ. ഇങ്ങനത്തെ എക്സാമുകളൊക്കെ ഏത് കോമ്പറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിലും മാത്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് എലമെന്റ് തന്നെയാണ്.